RG സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് NMMS 2019 സാറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളുടെ വിശകലനമാണ് നടത്തുന്നത്. ഇന്ന് ആദ്യത്തെ 35 ചോദ്യങ്ങൾ NMMS 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ആദ്യ 35 ചോദ്യങ്ങൾ സോഷ്യൽ സയൻസിലെയാണ്. സോഷ്യൽ സയൻസിലെ ഈ 35 ചോദ്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുന്നു. തുടർന്ന് എല്ലാ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള വിശകലനങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ഇനി ഒരു മാസം വെച്ചുമേ നമുക്ക് NMMS സ്കോളർഷിപ്പിന് പരീക്ഷയുള്ളൂ. അതിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ജനുവരി 31-നാണ് പരീക്ഷ. അതൊരുപക്ഷെ കുറച്ചും കൂടെ നീട്ടിവെക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ജനുവരി 31 എന്ന ഒരു ഡേറ്റ് വെച്ച് നമ്മൾ പരിശീലനം ഇനി തുടങ്ങിയാണ്. നിങ്ങൾ ഓരോ സെക്ഷനും ഓരോ ചാപ്റ്ററും എടുത്ത് വിശകലനം ചെയ്യണം. NMMSൻ്റെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട 40-ലധികം വീഡിയോകൾ ഇതിനകം ചെയ്തു കഴിഞ്ഞു. ഇനി അതുപോലെ തുടർച്ചയായി എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് വീഡിയോകൾ പ്രതീക്ഷിക്കാം. അതുകൂടാതെ മോഡൽ എക്സാമുകൾ NMMSലെ സൗജന്യമായി പരിശീലനം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ആഴ്ചകൾ തോറും മോഡൽ എക്സാമുകൾ നടക്കുന്നതാണ്. ഇനി ആഴ്ചകളിൽ 2 മോഡൽ എക്സാമുകൾ വരെ നടത്താനുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ NMMS വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാത്ത RG സിവിൽ സർവീസ് അക്കാദമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് കൂടാതെ ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ലേ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ വിവിധ 2015 മുതൽ 2019 വരെയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഓരോ വീഡിയോകളിലൂടെ അനലൈസ് ചെയ്യും. ഇന്ന് സാറ്റ് ആണെങ്കിൽ നാളെ മാറ്റായിരിക്കാം. അങ്ങനെ ആ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ അനലൈസ് ചെയ്യും. ഒപ്പം ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ ഉണ്ടാകും. എന്തായാലും നമുക്ക് NMMS സ്കോളർഷിപ്പ് നേടിയെടുത്തേ മതിയാവും. അപ്പോൾ അതിന് RG സിവിൽ സർവീസ് നിങ്ങളെ സഹായിക്കും. നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ആദ്യം 2019 ചോദ്യ പേപ്പറുകൾ അധികം പേർ കണ്ടിട്ടില്ല എന്നാണ് പലരും കമൻറ്റ് ബോക്സിൽ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ആ ക്വസ്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. വിശദീകരണങ്ങൾ ഉണ്ടായില്ല. ക്വസ്റ്റിനെ പരിചയപ്പെടുത്തി അതിൻ്റെ ഉത്തരങ്ങൾ മാത്രം നൽകുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യവുമായി ബന്ധപ്പെട്ട് വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് നൽകുക. അതിനനുസരിച്ച് അതിന് വിശദീകരണങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നൽകുന്നതായിരിക്കും. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമുക്ക് ഒന്നാമത്തെ ഓരോ ചോദ്യത്തിലേക്ക് പോകാം. NMMS സ്കോളർഷിപ്പ് 2019 വന്ന ആദ്യ ചോദ്യം ഇതായിരുന്നു. The causes for the decline of Harappan civilization does not include. അതായത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ അധപതന കാരണങ്ങളിൽ ഉൾപ്പെടാത്തത്. നമ്മൾ നേരത്തെ വീഡിയോ ക്ലാസ്സിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ഫ്ലഡ് ആണ്, അതായത് വെള്ളപ്പൊക്കമാണ്. രണ്ടാമത്തെ ഡിഫോറസ്റ്റേഷൻ വനനശീകരണമാണ്. മൂന്നാമത്തെ ആബ്സെൻസ് ഓഫ് എ സെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ്, ഒരു കേന്ദ്രീകൃത അധികാരത്തിന് അഭാവമാണ്. നാലാമത്തെ ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ ആണ്, കൃഷിയുടെ തകർച്ചയാണ്. ഇതിൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ അധപതന കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതായിരിക്കാം? ഒരു കേന്ദ്രീകൃത അധികാരത്തിന്റെ അഭാവമാണ്. നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരു കുട്ടിയുടെ ആൻസർ ഷീറ്റാണ്. അതുകൊണ്ട് ആ കുട്ടി പരീക്ഷ എഴുതിയപ്പോൾ എന്തെങ്കിലും ടിക്ക് മാർക്കുകൾ ഇട്ടിട്ടുണ്ടാകാം. അത് നോക്കണ്ട. ഞാൻ ഈ റെഡ് ഇങ്ക് കൊണ്ട് നൽകുന്ന ടിക്ക് മാർക്കുകളാണ് ശരി എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഹാരപ്പൻ സംസ്കാരത്തിന്റെ അധപതനങ്ങളിൽ ഉൾപ്പെടാത്തത് ആബ്സെൻസ് ഓഫ് എ സെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ്, ഒരു കേന്ദ്രീകൃത അധികാരത്തിന്റെ അഭാവമാണ് ഉൾപ്പെടാത്തത്. ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കണം. പെട്ടെന്ന് നമ്മൾ ചോദ്യം മനസ്സിലാക്കാതെ എഴുതുകയാണെങ്കിൽ നമുക്ക് തെറ്റാനുള്ള സാധ്യതകളുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഹൂ ഡിസ്ക്രൈബ്ഡ് ചേഞ്ചസ് ഇൻ ദി നിയോലിത്തിക് ഏജ് ആസ് നിയോലിത്തിക് റവല്യൂഷൻ? നവീന ശിലായുഗത്തിലെ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച ആരാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ജോൺ മാർഷൽ, RD ബാനർജി, ഗോർഡൻ ചൈൽഡ്, അതുപോലെ അലക്സാണ്ടർ കണ്ണിങ്ഹാം. ജോൺ മാർഷൽ ആണോ, RD ബാനർജി ആണോ, ഗോർഡൻ ചൈൽഡ് ആണോ, അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണോ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്? നവീന ശിലായുഗത്തിലെ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗോർഡൻ ചൈൽഡ് ആണ്. ഗോർഡൻ ചൈൽഡ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച് ഗോർഡൻ ചൈൽഡ് ആണ്. മറ്റൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഈ ചോദ്യപേപ്പറുകൾ നിങ്ങൾ ഈ ഡിസ്കഷൻ ഒന്നോ രണ്ടോ ചോദ്യം മാത്രം കണ്ട് വിട്ടുപോകരുത്. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കൃത്യമായിട്ട് കാണണം. ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയിക്കാനാവും. കാരണം പലപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇന്ന് തന്നെയുള്ള ചോദ്യങ്ങളാണ് വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു ചോദ്യം വിട്ടുപോകാതെ 35 ചോദ്യങ്ങളുണ്ട്. 35 ചോദ്യങ്ങളും നിങ്ങൾ ഇത് കാണുക. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർ ഫ്രം എമംഗ് ദി ഫോളോയിങ്. ചുവടെ നടന്നിട്ടുള്ളതിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്താനാണ്. ഇത് ചേരാസ്, മുജിരി. ചേരന്മാരുടെ തലസ്ഥാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മുജിരി. അതുപോലെ പാണ്ഡ്യാസ്, പാടലിപുത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചോളാസ്, മധുരൈ, ചോളന്മാരുടെ മധുരയും. മൗര്യാസ്, ഉറയൂരും. അപ്പോൾ ഇവിടെ ഇതുണ്ട്, ഈ കുട്ടി എഴുതിയേക്കുന്നത് തെറ്റാണ്. ഈ കുട്ടി എഴുതിയതാണ്. ഇതല്ല, ഏതാണ്? ചേരന്മാരുടെ മുജിരിയാണ് ഇതിനകത്ത് ശരിയായ ഉത്തരം. ബാക്കി 3 തെറ്റാണ്.
എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള പ്രാചീന തമിഴകം ഏൻഷ്യൻ തമിഴകത്തിൽ അതിൽ ചേരാസ് മുജിരി മാത്രമാണ് ഇതിനകത്ത് ശരി. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കറക്റ്റ് പെയർ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി എഴുതുക. നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. റോക്ക് ഷെൽട്ടർ ഈസ് എ സാലിൻ ഫീച്ചർ ഓഫ്. കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ പ്രധാന സവിശേഷതയായിരുന്നു. കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ പ്രധാന സവിശേഷതയായ കേന്ദ്രം ഏതാണെന്നാണ്. റോക്ക് ഷെൽട്ടർ ഈസ് എ സാലിൻ ഫീച്ചർ ഓഫ്. ഇവിടെ ഹാൻസ്കി കൊടുത്തിട്ടുണ്ട്, ആദംഗഡ് കൊടുത്തിട്ടുണ്ട്, എടക്കൽ കൊടുത്തിട്ടുണ്ട്, ഭീംബേട്ക കൊടുത്തിട്ടുണ്ട്. ഏതാണ് കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങളുടെ പ്രധാന സവിശേഷത? ഭീംബേട്കയാണ്. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. നാലാമത്തെ ഓപ്ഷനായ ഭീംബേട്കയാണ്. അപ്പോൾ കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങളുടെ പ്രധാന സവിശേഷത ഭീംബേട്കയാണ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ കോമൺ ഫീച്ചർ ഓഫ് മെസോപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻ. വളരെ ആപ്ലിക്കേഷനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചത്. കാരണം പുസ്തകം ശരിക്കും വായിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. മെസോപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ് എന്നീ സംസ്കാരങ്ങളുടെ പൊതു സവിശേഷത കണ്ടെത്താനാണ്. ഇവിടെ യൂസ് ഓഫ് അയൺ ടൂൾസ് ഉണ്ട്, ഇരുമ്പ് ഉപകരണങ്ങളുടെ ഉപയോഗമുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ സിഗുറാത്ത് ഉണ്ട്. അതേപോലെ മൂന്നാമത്തെ ഓപ്ഷൻസ് പ്രിപ്പറേഷൻ ഓഫ് കലണ്ടറിന്റെ നിർമ്മാണമാണ്. അതേപോലെ നാലാമത്തെ ഓപ്ഷൻ പ്രിപ്പറേഷൻ ഓഫ് വാട്ടർ ക്ലോക്ക് ആണ്, ജലഘടികാരത്തിന്റെ നിർമ്മാണം. ഈ മൂന്ന് സംസ്കാരങ്ങളുടെ പൊതുവായ സവിശേഷതകൾ, ഈ മൂന്ന് സംസ്കാരങ്ങളിലും എല്ലാം പെടുന്ന ഒരു സവിശേഷത ഏതാണ്? പ്രിപ്പറേഷൻ ഓഫ് കലണ്ടർ. മൂന്ന് പേർക്കും കലണ്ടറിന്റെ നിർമ്മാണം ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കുക. പ്രിപ്പറേഷൻ ഓഫ് കലണ്ടറിന്റെ നിർമ്മാണമാണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം. ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ ജോഗ്രഫിക്കൽ ഫീച്ചർ ഓഫ് ദി തിണൈ നെയ്തൽ. നെയ്തൽ തിണയുടെ ഭൂമിശാസ്ത്ര സവിശേഷത കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തിണകളുടെ സവിശേഷതകളെല്ലാം പഠിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഒന്നും കൂടെ ഓർമ്മിച്ചെടുക്കണം, അല്ലെങ്കിൽ തെറ്റാനുള്ള സാധ്യതകളുണ്ട്. അത് ഹില്ലി റീജിയൻ ആണോ, അതായത് കുന്നിൻ പ്രദേശമാണോ, ഡ്രൈലാൻഡ് ആണോ ഈ നെയ്തൽ എന്ന് പറയുന്നത്, വരണ്ടു തുടങ്ങിയ പ്രദേശമാണോ, ഗ്രാസ് ലാൻഡ് ആണോ, പുൽമേടാണോ, അതേപോലെ കോസ്റ്റൽ റീജിയൻ ആണോ, ഏതാണ്? അത് തീരപ്രദേശമാണോ? ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം എന്നുള്ളതാണ്. നെയ്തൽ എന്ന് പറഞ്ഞ തിണയുടെ പ്രത്യേകതയാണ് ചോദിക്കുന്നത്. അതെന്താണ്? തീരപ്രദേശമാണ്. നെയ്തൽ എന്നുള്ളത് തീരപ്രദേശമാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതെപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നെയ്തൽ എന്നുള്ളത് എന്താണ്? തീരപ്രദേശമാണ്, കോസ്റ്റൽ റീജിയൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇത് നമുക്ക് ഇപ്പോൾ എത്ര പാഠം സോഷ്യൽ സയൻസിൻ്റെ NMM സ്കോളർഷിപ്പിൽ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 പാഠം വരെ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ വർഷത്തെ സാഹചര്യത്തിൽ എന്താണെന്ന് അറിയത്തില്ല. എങ്കിൽ ആദ്യത്തെ ഒരു 8 പാഠം വരെ എന്തായാലും പഠിക്കണം. നമ്മൾ 6 പാഠത്തിൻ്റെ വീഡിയോസുകൾ മുഴുവൻ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി 2 പാഠത്തിൻ്റെ വീഡിയോസുകൾ, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോസ് ഇതിനിടയ്ക്ക് തരുന്നതാണ്. നോക്കാം. ഇത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇത് അജീവികാസ് ആൻഡ് ചാർവാകാസ് ബിലോങ് ടു ദി കാറ്റഗറി ഓഫ്. അജീവികന്മാരും ചാർവാകന്മാരും ഉൾപ്പെട്ടിരുന്ന വിഭാഗം ഏതാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ഉമണർ ആണോ, ബ്രാഹ്മണാസ് ആണോ, ശ്രമണാസ് ആണോ, ക്ഷത്രിയാസ് ആണോ? ഉമണർ, ബ്രാഹ്മണർ, ശ്രമണർ, ക്ഷത്രിയർ. ഇവിടെ അജീവികന്മാരും ചാർവാകന്മാരും എന്നറിയപ്പെടുന്ന വിഭാഗം ശ്രമണരാണ്. ശ്രദ്ധിക്കുക, തെറ്റരുത്. ശ്രമണരാണ്. അജീവികന്മാരും ചാർവാകന്മാരും എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രമണർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് സംഘം വർക്ക് അഗനാനൂർ ബിലോങ്സ് ടു ദി കാറ്റഗറി ഓഫ്. സംഘം കൃതിയെ അഗനാനൂർ ഉൾക്കൊള്ളുന്ന വിഭാഗമാണ് ചോദിച്ചത്. അഗനാനൂർ നമുക്കറിയാം, ധാരാളം സംഘം കൃതികൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത് പഠിക്കുന്നുണ്ട്. ഗ്രാമർ ടെസ്റ്റ് ആണോ, 8 തൊക്കെയാണോ, 10 പാട്ടാണോ, 11 കീഴ്ക്കണക്കാണോ, വ്യാകരണമാണോ, 8 തൊക്കെയാണോ, അതിൽ 10 പാട്ടാണോ, 11 കീഴ്ക്കണക്കാണോ എന്നാണ് ചോദ്യം. അതെന്താണ്? അഗനാനൂർ 8 തൊക്കയിൽ വരുന്നതാണ്. അഗനാനൂർ ഏത് വിഭാഗത്തിൽ വരുന്നതാണ്? 8 തൊക്കൈ. അഗനാനൂർ 8 തൊക്കൈ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെയ്മ് ദ ഹാരപ്പൻ കൾച്ചറൽ സൈറ്റ് ഫ്രം വേർ ദ ബ്രോൺസ് സ്റ്റാച്യു ഓഫ് എ ഡാൻസിംഗ് ഗേൾ വാസ് ഡിസ്കവേർഡ്. ഒരു നർത്തകിയുടെ വെങ്കല പ്രതിമ ലഭിച്ച ഹാരപ്പൻ സംസ്കാര കേന്ദ്രത്തിന്റെ പേരെഴുതുക. അത് ഓപ്ഷൻ 1 കാലിബൻഗാൻ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ മോഹൻജദാരോ ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ ചാൻഹുദാരോ ആണ്. അതിൽ 4ാമത്തെ ഓപ്ഷൻ ലോതലാണ്. അപ്പോൾ ഇത് എവിടെയാണ് ഈ നർത്തകിയുടെ വെങ്കല പ്രതിമ ലഭിച്ചത്? ഹരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കേന്ദ്രം എന്നുള്ളത് ഏതാണെന്നാണ് ചോദ്യം. അത് യാതൊരു സംശയവുമില്ല, മോഹൻജദാരോയാണ്. മോഹൻജദാരോയിൽ നിന്നാണ് ഹരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു നർത്തകിയുടെ വെങ്കല പ്രതിമ ലഭിച്ചത്. ഓപ്ഷൻ 2 മോഹൻജദാരോയാണ്. കാര്യങ്ങൾ ശ്രദ്ധിക്കുക, മോഹൻജദാരോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസ് നിങ്ങൾക്ക് അത് ഉപകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഞാൻ തുടർന്നും ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്തുകൊണ്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത 10ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇത് മിസോലിത്തിക് സൈറ്റ് ബാഗർ ഈസ് സിറ്റുവേറ്റഡ് ഇൻ. മധ്യശിലായുഗ കേന്ദ്രമായ ബാഗർ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം. ബാഗർ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണോ, രാജസ്ഥാനിലാണോ, കർണാടകയിലാണോ, ഗുജറാത്തിലാണോ? യാതൊരു സംശയവുമില്ല, ബാഗർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്.
ബാഗർ, മധ്യശിലായുഗ കേന്ദ്രമായ ബാഗർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെയിം ദ സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് മഗധ കിങ്ഡം. കണ്ടോ, 9ാമത്തെ പാഠത്തിൽ നിന്ന് ചോദ്യം വന്നു. മഗധ രാജ്യത്തിന്റെ 2ാം തലസ്ഥാനത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്: പാടലിപുത്രം, ഗാന്ധാര, ഉജ്ജയിനി, രാജഗൃഹം. അപ്പോൾ പാടലിപുത്രമാണോ, ഗാന്ധാരമാണോ, ഉജ്ജയിനിയാണോ, രാജഗൃഹമാണോ എന്നാണ് ചോദ്യം. യാതൊരു സംശയമില്ല, മഗധ രാജ്യത്തിന്റെ 2ാം തലസ്ഥാനം എന്നറിയപ്പെടുന്നത് പാടലിപുത്രമാണ്. പാടലിപുത്രം. അപ്പോൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ വൈസുള്ള നോട്ട്സുകൾ അടുത്ത ദിവസങ്ങളിൽ തരുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് നെയിംസ് ഓഫ് സർട്ടൈൻ പ്ലേസസ് ആൻഡ് ദർ ഇമ്പോർട്ടൻസ് ആർ ഗിവൺ ബിലോ. മാച്ച് ദം കറക്റ്റ്ലി. അതായത് ചില സ്ഥലങ്ങളുടെ പേരുകളും അവയുടെ പ്രാധാന്യമാണ് ഇവിടെ ചൂടെ നൽകിയിട്ടുള്ളത്. അവ ശരിയായി യോജിപ്പിക്കണം. അപ്പോൾ ഇത് നമ്മുടെ 8ാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. 8, 9 പാഠങ്ങളിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. പ്ലേസസ്, ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്ന സ്ഥലങ്ങളും അവയുടെ പ്രാധാന്യം. നമുക്ക് ഓരോന്നും നോക്കാം. ഒന്നാമത്തെ ലുംബിനിയാണ് തന്നിരിക്കുന്നത്. ലുംബിനി ബുദ്ധ അറ്റൈൻഡ് എൻലൈറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സാരനാഥ് ബർത്ത് പ്ലേസ് ഓഫ് ബുദ്ധ കൊടുത്തിട്ടുണ്ട്. ബോധ്ഗയ ബുദ്ധ അറ്റൈൻഡ് നിർവാണ കൊടുത്തിട്ടുണ്ട്. കുശിനഗർ ഫസ്റ്റ് സെർമൺ ഓഫ് ബുദ്ധ. അതായത് ലുംബിനി എന്ന് പറയുന്ന ബുദ്ധൻ ബോധോദയം കൈവരിച്ചു. സാരനാഥ് ബുദ്ധന്റെ ജന്മസ്ഥലം. ബോധ്ഗയ ബുദ്ധന്റെ നിർവ്വാണം നേടിയത്. കുശിനഗരം ബുദ്ധന്റെ ആദ്യ പ്രഭാഷണം. വളരെ സിമ്പിളാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ലുംബിനി എന്ന് പറയുന്നത്? ലുംബിനി എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധന്റെ ജന്മസ്ഥലമാണ്. ലുംബിനി ബുദ്ധന്റെ ജന്മസ്ഥലമാണ്, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ അടുത്ത സാരനാഥിൽ വെച്ചാണ് അദ്ദേഹത്തിന് ആദ്യ പ്രഭാഷണം വരുന്നത്. സാരനാഥ് ആദ്യ പ്രഭാഷണം. അതുപോലെ തന്നെ ബോധ്ഗയ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ച സ്ഥലമാണ്. അതേപോലെ കുശിനഗരം അദ്ദേഹത്തിന് നിർവ്വാണം സംഭവിച്ചത്. അദ്ദേഹം മരിച്ച സ്ഥലമാണ് കുശിനഗരം. ബുദ്ധന് നിർവ്വാണം സംഭവിച്ചാണ്. അപ്പോൾ ഏതാണ്? 1 A 2 B 4 C 1 D 3. ഇതാണ് 1ാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. 1ാമത്തെ ഓപ്ഷനാണ്. ഇവിടെയും ശ്രദ്ധിക്കുക, ഇവിടെ അതേപോലെ തന്നെ 1ാമത്തെ ഓപ്ഷനാണ്. ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും റൈറ്റും ലെഫ്റ്റും ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് ആരും പേടിക്കേണ്ടതില്ല, 2 ലാംഗ്വേജിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ലുംബിനി എന്ന് പറയുന്നത് ബർത്ത് പ്ലേസ് ഓഫ് ബുദ്ധയാണ്. സാരനാഥ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെർമൺ ഓഫ് ബുദ്ധയാണ്. ബോധ്ഗയ എന്ന് പറയുന്നത് ബുദ്ധ അറ്റൈൻഡ് എൻലൈറ്റ്മെന്റ് ആണ്. അതേപോലെ കുശിനഗരം നിർവ്വാണമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദി ലാറ്റിറ്റ്യൂഡ്സ്. ഇന്ത്യ ഏതെല്ലാം അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇവിടെ 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ദയവേത് കുട്ടികൾ ഇത് മുഴുവൻ ചോദ്യങ്ങളും കാണണം. കാരണം ഈ ചോദ്യങ്ങൾ പരിചയപ്പെടുന്ന നിങ്ങൾക്ക് അത് ഏത് മോഡലിലാണ് വരുന്നതെന്നും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ 4 ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇന്ത്യ ഏതെല്ലാം അക്ഷാംശങ്ങൾക്കിടയിലാണ്, ഏതെല്ലാം ലാറ്റിറ്റ്യൂഡിനിടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? ഇവിടെ 23½ ഡിഗ്രി നോർത്ത് ടു 66½ ഡിഗ്രി നോർത്ത് പറയുന്നുണ്ട്. 23 ഡിഗ്രി വടക്ക് മുതൽ 66 ഡിഗ്രി വടക്ക് വരെ. 8 ഡിഗ്രി ഫോർ നോർത്ത് ആൻഡ് 23½ ഡിഗ്രി നോർത്ത്. 8 ഡിഗ്രി 4 വടക്ക് മുതൽ 23 ഡിഗ്രി വടക്ക് വരെ. 8 ഡിഗ്രി 8 ഡിഗ്രി 4 നോർത്ത് ആൻഡ് 37 ഡിഗ്രി 6 നോർത്ത്. 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെ പറയുന്നുണ്ട്. 18 ഡിഗ്രി 25 നോർത്ത് ആൻഡ് 37 ഡിഗ്രി 06 നോർത്ത്. അതായത് 18 ഡിഗ്രി 25 വടക്ക് മുതൽ 37 ഡിഗ്രി 06 വടക്ക് വരെ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായ ഉത്തരം ഇന്ത്യയുടെ ഏതെല്ലാം അക്ഷാംശങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെയാണ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭൂപടങ്ങളുടെ പാഠത്തിൽ. 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെയാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യ ഏതെല്ലാം അക്ഷാംശങ്ങൾ ഈ സ്ഥാനങ്ങൾക്കിടയിലാണ്, ഈ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ ഫസ്റ്റ് എർത്ത് സമ്മിറ്റ് വാസ് ഹെൽഡ് അറ്റ്. ആദ്യ ഭൗമ ഉച്ചകോടി എവിടെയായിരുന്നു? നോക്ക്, കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം. സോഷ്യൽ സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ 1, 2 കറണ്ട് അഫയേഴ്സിന് വലിയ സാധ്യതകളുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ആദ്യ ഭൗമ ഉച്ചകോടി നമ്മുടെ പുസ്തകവുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ ആദ്യ ഭൗമ ഉച്ചകോടി 4 ഓപ്ഷൻ ഉണ്ട്. റിയോ ഡി ജനീറോ ഉണ്ട്, ജനീവ ഉണ്ട്, ടോക്കിയോ ഉണ്ട്, പാരീസ് ഉണ്ട്. യാതൊരു സംശയമില്ല, ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത് റിയോ ഡി ജനീറോയിലാണ്. റിയോ ഡി ജനീറോയാണ് ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം. ഏതാണ്? റിയോ ഡി ജനീറോ. ഫസ്റ്റ് എർത്ത് സമ്മിറ്റ് വാസ് ഹെൽഡ് അറ്റ് റിയോ ഡി ജനീറോ. അടുത്ത 15ാമത്തെ ചോദ്യം നോക്കുക. നിങ്ങളിവിടെ കുട്ടികൾ വരച്ചു വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞു മറ്റൊരു കുട്ടിയുടെ ആയിരുന്നു. ഇനി മാച്ച് ദ ഫോളോയിങ് മാപ്പ് സിംബൽസ് വിത്ത് ദ റെസ്പെക്റ്റീവ് കളേഴ്സ്. ചുവടെ നൽകിയിട്ടുള്ള ഭൂപട ചിഹ്നങ്ങളെ അനുബന്ധ നിറങ്ങളുമായി ചേരുപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം മാപ്പ് സിംബൽസ് നൽകിയിട്ടുണ്ട്, ഭൂപട ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്, അതേപോലെ നിറങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം റോഡ് എന്തായിരിക്കും? റോഡിൻ്റെ നിറം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റോഡിൻ്റെ നിറം എന്നുള്ളത് ഏതായിരിക്കാം? ചുവപ്പാണ്. അപ്പോൾ ഒന്നാമത്തേത് ഏതാണ്? റോഡിൻ്റെ നിറം ചുവപ്പ്.
അടുത്തത് റെയിൽവേ ലൈൻസ് ആണ്. റെയിൽവേ ലൈൻസ് എന്തായിരിക്കാം? റെയിൽവേ ലൈൻസ് എന്ന് പറയുന്നത് അത് നമുക്കറിയാം കറുപ്പാണ്. റെയിൽവേ ലൈൻസ് കറുപ്പാണ്, യാതൊരു സംശയമില്ല. ഇനി മണൽക്കൂനയുടെ നിറം, അതായത് സാൻഡൂൺസ് ഏതാണ്? അപ്പോൾ റെയിൽവേ ലൈൻസ് ബ്ലാക്ക് ആണ്, അതേപോലെ തന്നെ റോഡ് റെഡ് ആണ്. ആ കാര്യങ്ങൾ രണ്ടെണ്ണം നമ്മൾ നോക്കി. ഇനി മൂന്നാമത്തെ സാൻഡൂൺസ് അഥവാ മണൽക്കൂല എന്താണ്? മണൽക്കൂന തവിട്ടാണ്. അതേപോലെ തന്നെ ജലാശയങ്ങളുടെ കാര്യം മാത്രം നമുക്ക് ഉറപ്പിക്കാവുന്നുണ്ട്. അപ്പോൾ നീലയാണ്. അപ്പോൾ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷനിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ ക്ലൂ കിട്ടുമെങ്കിൽ അത് വെച്ച് ആദ്യം ജലാശയങ്ങൾ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ രണ്ടെണ്ണം ഉറപ്പിക്കാൻ കിട്ടിയാൽ പിന്നെ നമുക്ക് ഒന്നും അറിയത്തില്ലേ പോലും കറക്കി കുത്തിയാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എങ്ങനെ പരീക്ഷിക്കാം എന്നുള്ളതും കൂടി നമ്മളിത് പഠിക്കണം. അപ്പോൾ ഇവിടെ ഏതാണ്? റോഡ് റെഡ്. റോഡ് എന്താണ്? റോഡിൻ്റെ കളർ എന്താണ്? റെഡ്. റെയിൽവേ ലൈനിൻ്റെ കളർ എന്താണ്? അത് റെയിൽവേ ലൈൻസ് എന്ന് പറയുന്നത് കറുപ്പാണ്. അതേപോലെ തന്നെ സാൻഡൂൺസ് എന്താണ്? സാൻഡൂൺസ് ബ്രൗൺ ആണ്. അതേപോലെ വാട്ടർ ബോഡീസ് എന്താണ്? ബ്ലൂ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. അതായത് നാലാമത്തെ ഓപ്ഷനാണ്. നാലാമത്തെ ഓപ്ഷൻ അല്ലേ? റോഡ് റെഡ്, റെയിൽവേ ലൈൻസ് ബ്ലാക്ക്, സാൻഡൂൺസ് ബ്രൗൺ ആൻഡ് വാട്ടർ ബോഡീസ് ബ്ലൂ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. നാലാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 16ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് എമംഗ് ദ ഫോളോയിങ് റിവേഴ്സ് ഇൻ ഇന്ത്യ ജോയിൻസ് അറേബ്യൻ സീ? നൽകിയിട്ടുള്ളവയിൽ അറബിക്കടലിൽ പതിക്കുന്ന ഇന്ത്യയിലെ നദി ഏത് എന്നുള്ളതാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഇവിടെ നദി ഹിമാലയൻ നദികളാണ്. 3 ഒഴികെ മൂന്നെണ്ണം ഹിമാലയൻ നദികളും 1 ഉപദ്വീപിയൻ നദികൾ. പെനിൻസുലാർ റിവേഴ്സ് ഹിമാലയൻ റിവേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏതാ ഹിമാലയൻ റിവേഴ്സ്? ഇൻഡസും ഗംഗയും ബ്രഹ്മപുത്രയും ഹിമാലയൻ റിവേഴ്സാണ്. ഗോദാവരി പെനിൻസുലാർ റിവേഴ്സാണ്, ഉപദ്വീപീയ നദികളാണ്. അപ്പോൾ ഇവിടെ നോക്കാം. നൽകിയിട്ടുള്ളതിൽ അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇവിടെ ഇൻഡസ് ആണോ, സിന്ധു ആണോ, ഗംഗയാണോ, ബ്രഹ്മപുത്രയാണോ, ഗോദാവരിയാണ്? യാതൊരു സംശയമില്ല. അറബിക്കടലിൽ പതിക്കുന്ന ഒരു നദിയേ ഉള്ളൂ, അത് സിന്ധു ആണ്. ഇനി പെനിൻസുലാർ റിവേഴ്സിലാണെങ്കിൽ നർമ്മദയും താപ്തിയുമാണ്. അപ്പം ആകെ 3 പ്രധാന നദികളാണ് ഇന്ത്യയിൽ അറബിക്കടലിൽ പതിക്കുന്നത്. ഒന്ന് ഇൻഡസ് അഥവാ സിന്ധു, പിന്നെ നർമ്മദയും താപ്തിയുമാണ്. അപ്പോൾ ഇവിടെ ഇൻഡസ് ആണ്, ശ്രദ്ധിക്കുക. അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? ഇൻഡസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് 17ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. വാട്ടർ ഹെയിൽ സ്റ്റോൺസ്. നോക്കിയേ, 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്ന് ഒരു ചോദ്യം വന്നിരിക്കുന്നു. ആലിപ്പഴം എന്നാൽ എന്തെന്നുള്ള ഒരു ചോദ്യം 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പെർസിപ്റ്റേഷൻ ഇൻ ദ ഫോം ഓഫ് ടൈനി ഐസ് ക്രിസ്റ്റൽസ്. അതിൻ്റെ ഐസ് ക്രിസ്റ്റലിൻ്റെ വലിപ്പം കൂടെ ഇവിടെ പറയുന്നുണ്ട്. <0.2 ഇഞ്ച് ഓർ <5 മില്ലിമീറ്റർ. നേർത്ത ഹിമകണികളുടെ രൂപത്തിലുള്ള വർഷണം. അത് 5 മില്ലിമീറ്ററിൽ കുറവാകാം, അല്ലെങ്കിൽ 0.2 ഇഞ്ചിൽ കുറവാകാം. അപ്പോൾ രണ്ടാമത്തെ പറയുന്നുണ്ട് പെർസിപ്പിറ്റേഷൻ ഇൻ ദി ഫോം ഓഫ് ഐസ് പെല്ലറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണമാണ്. അവിടെയും അതിൻ്റെ വലിപ്പം പറയുന്നുണ്ട്. 0.2 ഇഞ്ച് ടു 6 ഇഞ്ച്, അതേപോലെ 5 മില്ലിമീറ്റർ ടു 15 സെൻറ്റിമീറ്റർ ആണ്. പെർസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് ഐസ് പെല്ലറ്റ്സ് ആണ്, മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷമാണ്. അടുത്തത് 3ാമത്തെ വർഷം നോക്കുക. കണ്ടൻസ്ഡ് ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ആണ്, ഘനീഭവിച്ച ജലത്തുള്ളികളാണ് 3ാമത്തെ പറയുന്നത്. 4ാമത്തെ നോക്കുക. റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് ഫോംഡ് ബൈ കണ്ടൻസേഷൻ, ഘനീകരണത്താൽ രൂപപ്പെടുന്ന മഴമേഘങ്ങൾ. ഇപ്പോൾ ആലിപ്പഴം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അത് മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷമാണ്. മഞ്ഞുകട്ടകൾ നമുക്കറിയാം, ആലിപ്പഴം വീഴുന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വലിപ്പം നോക്കുക. 0.2 ഇഞ്ച് ടു 6 ഇഞ്ചിനും ഇടയിലും, അല്ലെങ്കിൽ 5 മില്ലിമീറ്റർ മുതൽ 15 സെൻറ്റിമീറ്റർ. precipitation in the form of ice pellets 0.2 inch to 6 inch or 5 millimeter to 15 centimeter. ഇതാണ് ശരിയായ ഉത്തരം. അപ്പോൾ മഞ്ഞുകട്ടയുടെ രൂപത്തിലുള്ള വർഷമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹെയിൽ സ്റ്റോൺസ്, ആലിപ്പഴം എന്നാൽ എന്നുള്ള ഉത്തരം കിട്ടി. അടുത്ത 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല. വിച്ച് among the following districts in Kerala is not sharing boundary with തമിഴ്നാട്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. വയനാട്, പത്തനംതിട്ട, കോഴിക്കോട്, കൊല്ലം. വയനാട്, പത്തനംതിട്ട, കോഴിക്കോട്, കൊല്ലം. ഇവിടെ ഏതായിരിക്കും ശരിയായ ഉത്തരം? നമുക്കറിയാം വയനാട് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്, പത്തനംതിട്ടയുടെ ഭാഗവുമുണ്ട്, കൊല്ലത്തിൻ്റെ ഭാഗവുമുണ്ട്. അപ്പോൾ ഏതാണ്? കോഴിക്കോടാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത ജില്ല എന്ന് പറയുന്നത്. ഏതാണ്? കോഴിക്കോടാണ്. കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 66 ഡിഗ്രി ഉത്തര അക്ഷാംശത്തെ വിളിക്കുന്ന പേരെന്താണ്? ആണ് 66.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ഈസ് കോൾഡ്. നമ്മളിത് കൃത്യമായിട്ട് ഭൂപടത്തിൻ്റെ പാഠത്തിൽ നോട്ട്സുകൾ തന്നിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ അതിൻ്റെ നോട്ട്സുകൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്ലേ സ്റ്റോർ NMM സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട 40 വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ധാരാളം വീഡിയോസുകളുണ്ട്. നിങ്ങളത് നോക്കി പഠിക്കുക.
66° ഉത്തരാക്ഷാംശത്തെ വിളിക്കുന്ന പേര് എന്താണെന്നുള്ളതാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായൻ രേഖ, അന്റാർട്ടിക് സർക്കിൾ അന്റാർട്ടിക് വൃത്തം, ആർട്ടിക് സർക്കിൾ ആർട്ടിക് വൃത്തം, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായന രേഖ. ഇതിൽ ഏതാണ് 66° ഉത്തരാക്ഷാംശം 66.5° നോർത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ഏതാണ്? അത് ആർട്ടിക് സർക്കിളാണ്, യാതൊരു സംശയമില്ല. ആർട്ടിക് സർക്കിളാണ്. 66.5° സൗത്ത് ആണ് അന്റാർട്ടിക്. അപ്പോൾ ആർട്ടിക് സർക്കിളാണ് നോർത്ത്. ആ കാര്യങ്ങൾ തെറ്റാണ്ട് പഠിക്കുക. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ 35 ചോദ്യങ്ങളാണ് സോഷ്യൽ സയൻസിന് ഡിസ്കസ് ചെയ്യുന്നത്. 35 എണ്ണമാണ് ഉള്ളത്. ഹൈഗ്രോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ച് അളക്കുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ആണോ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ, ലെവൽ ഓഫ് വാട്ടർ ടേബിൾ ആണോ, വെലോസിറ്റി ഓഫ് വിൻഡ് ആണോ, അന്തരീക്ഷ ആർദ്രതയാണോ, അന്തരീക്ഷ മർദ്ദമാണോ, ജലപീഠത്തിന്റെ നിരപ്പാണോ, കാറ്റിന്റെ വേഗതയാണോ എന്നാണ് ചോദ്യം. യാതൊരു സംശയമില്ല, ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ആണ്. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. അന്തരീക്ഷ ആർദ്രത, അന്തരീക്ഷ മർദ്ദമാണെങ്കിൽ ബാരോമീറ്റർ ആണ്. ആ കാര്യം ശ്രദ്ധിക്കുക. അന്തരീക്ഷ ആർദ്രതയാണ് ഹൈഗ്രോമീറ്റർ. അടുത്ത 21ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് റോക്സ്. ശിലകളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ ശരിയായത്. ഇപ്പം നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ശിലകളുമായി ബന്ധപ്പെട്ട്. ഇവിടെ ആദ്യം പറയുന്നത് നൈസ് ഈസ് ആൻ ഇഗ്നേഷ്യസ് റോക്സ് ബട്ട് ഗ്രാനൈറ്റ് ഈസ് മെറ്റമോർഫിക്. നൈസ് ഒരു ആഗ്നേയ ശിലയും ഗ്രാനൈറ്റ് ഒരു കായാന്തര ശിലയുമാണ്. അടുത്ത ഗ്രാനൈറ്റ് ഈസ് ആൻ ഇഗ്നേഷ്യസ് റോക്ക് ബട്ട് നൈസ് ഈസ് മെറ്റമോർഫിക്. അതായത് തിരിച്ചു കൊടുക്കുന്നു. ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയും നൈസ് ഒരു കായാന്തര ശിലയുമാണ്. ബോത്ത് ഗ്രാനൈറ്റ് ആൻഡ് നൈസ് ആർ ഇഗ്നേഷ്യസ് റോക്സ്. ഗ്രാനൈറ്റും നൈസും ആഗ്നേയ ശിലകളാണ്. അടുത്തത് ബോത്ത് ഗ്രാനൈറ്റ് ആൻഡ് നൈസ് ആർ മെറ്റമോർഫിക് റോക്സ്. ഗ്രാനൈറ്റും നൈസും കായാന്തരീയ ശിലകളാണ്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? നമുക്കറിയാം ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയാണ്, നൈസ് ഒരു കായാന്തരീയ ശിലയാണ്. ശരിയായ ഉത്തരം എന്നുള്ളത് ഓപ്ഷൻ 2ാമത്തെ ഓപ്ഷനാണ്. അത് ശ്രദ്ധിക്കുക. ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയാണ്, നൈസ് ഒരു കായാന്തരീയ ശിലയാണ്. അതായത് ഗ്രാനൈറ്റ് ഈസ് ആൻ ഇഗ്നേഷ്യസ് റോക്സ് ബട്ട് നൈസ് ഈസ് മെറ്റമോർഫിക്. അപ്പോൾ ഇത് 2ാമത്തെയാണ് ഇതിലെ ശരിയായ ഉത്തരം എന്നുള്ളത്. ശിലകളുമായി ബന്ധപ്പെട്ട പ്രസ്താവന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് റോക്സ് എന്നുള്ളത് എന്താണ്? ഗ്രാനൈറ്റ് ഈസ് ഇഗ്നേഷ്യസ് റോക്സ് ബട്ട് നൈസ് ഈസ് മെറ്റമോർഫിക് എന്നുള്ളതാണ്. 22ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സപ്പോസ് യു ആർ ഫേസിംഗ് ദി സെറ്റിംഗ് സൺ, വാട്ട് മേ ബി ദി ഡയറക്ഷൻ ടു ദി റൈറ്റ് സൈഡ് ഓഫ് യു. നിങ്ങൾ അസ്തമയ സൂര്യനെ അഭിമുഖമായി നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുക. അതായത് നമ്മൾ കേരളത്തിൻ്റെ ഭൂപടം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപടം വെച്ച് നോക്കി, നമ്മൾ ഇന്ത്യയുടെ ഭൂപടത്തിൽ ഒന്ന് നിൽക്കുകയെന്ന് വിചാരിക്കുക. അവിടുന്ന് പടിഞ്ഞാറോട്ട് അറബിക്കടലിലേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വലതുവശം ഏത് ദിക്കായിരിക്കും എന്നാണ് ചോദിച്ചത്. നമ്മുടെ വലതുവശം ഏതായിരിക്കും? അത് കിഴക്കാണോ, പടിഞ്ഞാറാണോ, വടക്കാണോ, തെക്കാണോ, ഈസ്റ്റ് ആണോ, വെസ്റ്റ് ആണോ, നോർത്ത് ആണോ, സൗത്ത് ആണോ? നമ്മൾ അറബിക്കടലിലേക്ക്, നമ്മൾ കറക്റ്റ് ഇന്ത്യയുടെ ഒരു സെൻട്രലിൽ നിന്ന് അറബിക്കടലിലേക്ക് നോക്കി നിൽക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വലതുവശം ഏത് ഭാഗമായിരിക്കും? വലത് കൈ ഏത് ഭാഗം നോക്കിയാൽ മതി. സ്വാഭാവികമായിട്ടും മോൾ ഭാഗം ഏതായിരിക്കാം? വടക്ക്, നോർത്ത് ആയിരിക്കുക. യാതൊരു സംശയമില്ല. ഏതാണ് അസ്തമയ സൂര്യൻ അഭിമുഖമായി നിൽക്കുമ്പോൾ? ഇതൊക്കെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായി നോക്കണം. നോർത്താണ്. കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സപ്പോസ് യു ആർ ഫേസിംഗ് ദി സിറ്റിംഗ് സൺ, വാട്ട് മേ ബി ദി ഡയറക്ഷൻ ടു ദി റൈറ്റ് സൈഡ് ഓഫ് യു. എന്നാൽ ലെഫ്റ്റ് സൈഡ് ഏതായിരിക്കാം? ലെഫ്റ്റ് സൈഡ് ചോദിക്കുകയാണെങ്കിൽ അത് തെക്ക്, സൗത്ത് ആയിരിക്കാം. അത് റൈറ്റ് സൈഡ് ആയതുകൊണ്ട് വടക്കായിരിക്കാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു അപ്പോയിന്റ്സ് ദി സ്റ്റേറ്റ് ഗവർണർ. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്ന ആരാന്നുള്ളതാണ് ചോദ്യം. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്ന ചീഫ് മിനിസ്റ്റർ ആണോ, പ്രൈം മിനിസ്റ്റർ ആണോ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടാണോ, ഇന്ത്യൻ പ്രസിഡന്റ് ആണോ, മുഖ്യമന്ത്രിയാണോ, പ്രധാനമന്ത്രിയാണോ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണോ, ഇന്ത്യൻ പ്രസിഡന്റ് ആണോ? യാതൊരു സംശയമില്ല, ഗവർണർമാരെ നിയമിക്കുന്ന ആര് തന്നെയാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 24ാമത്തെ ക്വസ്റ്റ്യൻ, പ്രിയബിൾ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ടേംഡ് ആസ് പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ബൈ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച ആരാണ്? ഇത് GK നിന്ന് വന്നിട്ടുള്ളതാണ്, ജനറൽ നോളജ്. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ നോളജ് ഒക്കെ തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതാണ്. പല ക്വസ്റ്റ്യൻസുകൾ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ NMM സ്കോളർഷിപ്പ് പരീക്ഷ കഴിഞ്ഞാൽ തന്നെ കൂടുതൽ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ ഈ RJ സിവിൽ സർവീസിൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചു. പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പറഞ്ഞത് BR അംബേദ്കർ ആണോ? പലരും ഇന്ത്യൻ ഭരണഘടന എന്ന് കേൾക്കുമ്പോൾ BR അംബേദ്കറുടെ പേരെഴുതും. അങ്ങനെ എഴുതരുത്. BR അംബേദ്കർ, K. മുൻഷി, രാജേന്ദ്ര പ്രസാദ്, KT ഷാ. BR അംബേദ്കർ, K. മുൻഷി, രാജേന്ദ്ര പ്രസാദ്, KT ഷാ. ആരാണ് ഇന്ത്യ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത്? യാതൊരു സംശയമില്ല, അത് K. മുൻഷിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. ആരാണ്? K. മുൻഷി. ശ്രദ്ധിക്കുക, തെറ്റരുത്. രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് K. മുൻഷിയാണ്. കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 25ാമത്തെ ക്വസ്റ്റ്യൻ, ദ കൺട്രി ഇൻ വിച്ച് ദ മെത്തേഡ്സ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ് റിമെയിൻ ആസ് എ ഡിസ്റ്റിങ് ഫീച്ചർ. പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ
സവിശേഷ ലക്ഷണമായിട്ടുള്ള രാജ്യം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ പുസ്തകത്തിലില്ല. പ്രത്യക്ഷ ജനാധിപത്യ മാർഗ്ഗങ്ങൾ, പരോക്ഷ ജനാധിപത്യ മാർഗ്ഗങ്ങൾ, ഇത് 9th പുസ്തകത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പൊളിറ്റിക്കൽ സയൻസ് എന്ന 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ വരും. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ധാരാളം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാണാത്തവർക്ക് NMMS-മായി ബന്ധപ്പെട്ട RJ സിവിൽ സർവീസിൻ്റെ പ്ലേലിസ്റ്റിൽ പോയാൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഒരെണ്ണം 9th ക്ലാസ്സിലെയാണ്. ശ്രദ്ധിക്കുക. നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. പ്രത്യക്ഷ ജനാധിപത്യ മാർഗ്ഗങ്ങൾ സവിശേഷ ലക്ഷണമായിട്ടുള്ള രാജ്യം, അതായത് ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ് റിമെയിൻ ആസ് എ ഡിസ്റ്റിങ് ഫീച്ചർ. ഏത് രാജ്യമാണ് ഇത്? കൺട്രി ഇൻ വിച്ച് ദി മെത്തേഡ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ്. ഇന്ത്യയാണോ, ചൈനയാണോ, സ്വിറ്റ്സർലൻഡാണോ, ബ്രിട്ടനാണോ? അപ്പോൾ നമുക്ക് യാതൊരു സംശയമില്ല, പ്രത്യക്ഷ ജനാധിപത്യ മാർഗ്ഗങ്ങൾ സ്വിറ്റ്സർലൻഡിലാണ്. ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ് സ്വിറ്റ്സർലൻഡാണ് ശരിയായ ഉത്തരം. തെറ്റാൻ പാടില്ല, സ്വിറ്റ്സർലൻഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 26ാമത്തെ, ഇത് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ഇനീഷ്യേറ്റഡ്. ഇന്ത്യൻ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം തുടങ്ങേണ്ടത് അത് എവിടെയാണ്? ജോയിന്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്, അതായത് പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിലാണോ? ഐദർ ഹൗസ് ഓഫ് പാർലമെന്റ് ഏതെങ്കിലും സഭയിലാണോ? ആൻഡ് തേർഡ് ലോകസഭയിലാണോ? അല്ലെങ്കിൽ രാജ്യസഭയിലാണോ? അപ്പോൾ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, അതായത് രാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമം തുടങ്ങേണ്ടത് എവിടെയെന്നാണ് ചോദ്യം. യാതൊരു സംശയമില്ല, പാർലമെന്റ് ഏതെങ്കിലും ഒരു സഭയിൽ മതി. ഐദർ ഹൗസ് ഓഫ് പാർലമെന്റ്. ഇത് തെറ്റാതെ നമ്മൾ ഇത് നൽകിയിട്ടുണ്ട്. ഉത്തരം പൊളിറ്റിക്കൽ സയൻസ് ഞാൻ നൽകിയതാണ് നേരത്തെ വീഡിയോയിൽ. ശ്രദ്ധിക്കുക, പാർലമെന്റ് ഏതെങ്കിലും സഭയിലാണ് എന്നുള്ളത് കാര്യം മറക്കരുത്. അടുത്ത 27ാമത്തെ ചോദ്യം നോക്കുക. ദ കൺട്രി ഹാവിംഗ് ഓൾഡസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏത് എന്നുള്ളതാണ്. ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടനയുള്ള രാജ്യം ബ്രിട്ടനാണോ, ഫ്രാൻസാണോ, USA ആണോ, ജപ്പാനാണോ? ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടനയുള്ള രാജ്യം USA ആണ്. ശ്രദ്ധിക്കുക, ഏതാണ്? USA. ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന, അതാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏറ്റവും പഴക്കമുള്ളത് അമേരിക്കയുടേതാണ്, USAയുടേതാണ്. കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 28ാമത്തെ ക്വസ്റ്റ്യൻ, ദ മിനിമം സ്ട്രെങ്ത് ഓഫ് എ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഈസ് ഫിക്സഡ് ആസ്. സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിലിൽ വേണ്ടുന്ന ചുരുങ്ങിയ അംഗസംഖ്യ. അപ്പോൾ സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിലിൽ വേണ്ടുന്ന ചുരുങ്ങിയ അംഗസംഖ്യ 30ആണോ, 40ആണോ, 50ആണോ, 60ആണോ എന്നുള്ളതാണ് ചോദ്യം. ചുരുങ്ങിയ അംഗസംഖ്യ അതും ഞാൻ നോട്ട് തന്നിട്ടുള്ളതാണ്. ഉത്തരം എത്രയാണ്? സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിലിലേക്ക് വേണ്ടുന്ന ചുരുങ്ങിയ അംഗസംഖ്യ എന്നുള്ളത് 40ആണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾക്ക് 40 ഇല്ല. അവർക്ക് പ്രത്യേക അതിന് സ്പെഷ്യൽ പെർമിഷൻ നൽകിയിരിക്കുന്നതാണ്. 40ആണ് ഇതിൻ്റെ ശരി ഉത്തരം. ചുരുങ്ങിയ അംഗസംഖ്യ എന്നുള്ളത് 40ആണ്. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു അമംഗ് ദ ഫോളോയിങ് ഡിസൈഡ്സ് വെദർ എ ബിൽ ഈസ് മണി ബിൽ ഓർ നോട്ട്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് താഴെ കൊടുത്തിട്ടുള്ള ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? മണി ബില്ലാണോ അല്ലയോ എന്നുള്ളത്. സ്പീക്കർ ഓഫ് ലോകസഭയാണോ, അതായത് ലോക്സഭ സ്പീക്കറാണോ, ഫിനാൻസ് മിനിസ്റ്റർ ധനകാര്യമന്ത്രിയാണോ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഉപരാഷ്ട്രപതിയാണോ, അതായത് പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രിയാണോ? യാതൊരു സംശയവുമില്ല, ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് നോക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കർ. ആ കാര്യങ്ങൾ തെറ്റരുത്. ലോക്സഭാ സ്പീക്കറാണ്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് നോക്കുന്ന ആരാണ്? ലോക്സഭാ സ്പീക്കർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 30ാമത്തെ ചോദ്യം, ദ ഡേ നീതി ആയോഗ് വാസ് ഫോംഡ്. നീതി ആയോഗ് രൂപീകരിക്കപ്പെട്ട ദിനം. കണ്ടോ, കറണ്ട് അഫയേഴ്സിൻ്റെ പ്രത്യേകതകളാണ്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ RJ സിവിൽ സർവീസിലൂടെ കറണ്ട് അഫയേഴ്സ് നൽകുന്നത് ഇത്തരത്തിൽ മത്സര പരീക്ഷകൾക്കെല്ലാം ഇത് വളരെ ഉപകരിക്കുന്ന സംഗതികൾ തന്നെയാണ്. ഇനി അടുത്ത ചിലപ്പോൾ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടായിരിക്കാം ചോദ്യം, അല്ലെങ്കിൽ കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ടൊക്കെ അത് എന്നാ പാസ്സാക്കിയെന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ നിങ്ങളെല്ലാം കണ്ടു പോകണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നീതി ആയോഗ് രൂപീകരിക്കപ്പെട്ട ദിനം. അപ്പോൾ 1 ജാനുവരി 2013, 1 ജാനുവരി 2014, 1 ജാനുവരി 2015, 1 ജാനുവരി 2016, ജനുവരി 1, 2013, ജനുവരി 1, 2014, ജനുവരി 1, 2015, ജനുവരി 1, 2016. അപ്പോൾ നമുക്കറിയാം നീതി ആയോഗ് രൂപീകരിക്കപ്പെട്ടത് ജനുവരി 1, 2015 ജനുവരി 1, 2015. യാതൊരു സംശയമില്ല, അതൊന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഈ പ്രാവശ്യം ധാരാളം വരാൻ സാധ്യതകളുണ്ട്. ജനുവരി 1, 2015. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ടേം ഓഫ് ഓഫീസ് ഓഫ് എ ജഡ്ജ് ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? ഇത് കണ്ടോ, ജനറൽ നോളജി എന്ന് വന്നേക്കുന്നുണ്ടോ? 5 years ആണോ, 6 years ആണോ, 8 years ആണോ, 9 years ആണോ? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുടെ കാലാവധി 5 വർഷമാണോ, 6 വർഷമാണോ, 8 വർഷമാണോ, അതായത് 9 വർഷമാണോ എന്നുള്ളതാണ് ചോദ്യം. യാതൊരു സംശയമില്ല, എത്ര വർഷമാണ്? 9 വർഷമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ
ജഡ്ജിയുടെ ഔദ്യോഗിക കാലാവധി എന്നുള്ളത് എത്രയാണ്? 9 വർഷമാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത 32ാമത്തെ ചോദ്യം, ഇൻ ഇന്ത്യ റൈറ്റ് ടു വർക്ക് ഈസ് തൊഴിൽ ചെയ്യാനുള്ള അവകാശം ഇന്ത്യയിൽ ഏത് സെക്ഷനിൽ പെടുന്നതെന്ന് നോക്കുക. 4 ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നിർദ്ദേശകത്വമാണോ, ഫണ്ടമെന്റൽ റൈറ്റ് മൗലികാവകാശമാണോ, കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ഭരണഘടനാവകാശമാണോ, ഫണ്ടമെന്റൽ ഡ്യൂട്ടി മൗലിക കർത്തവ്യമാണോ? ഇതിൽ ഏതാണ് തൊഴിൽ ചെയ്യാനുള്ള അവകാശം ഇന്ത്യയിൽ എന്നുള്ളതാണ്. തൊഴിൽ ചെയ്യാനുള്ള അവകാശങ്ങൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും നിർദ്ദേശക തത്വത്തിൽപ്പെടുന്നതാണ്. നിർദ്ദേശക തത്വം ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്. ശ്രദ്ധിക്കുക, ഏതാണ് തൊഴിൽ ചെയ്യാനുള്ള അവകാശം, ഏത് വരുന്നതാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതിലെ പല ചോദ്യങ്ങളും ഇതിൻ്റെ മുൻകാലങ്ങളിൽ ചോദിച്ചു തന്നെയാണ്, റിപ്പീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദ ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ കിടക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, അതായത് പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് നമുക്ക് ഒരു ചില ഹൈ ലെവൽ ക്വസ്റ്റ്യൻസുകൾ വരാമെന്ന് പ്രതീക്ഷിക്കാം. ഇത് ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ദാർ ആണോ, അതായത് HN കുൻസ്രു ആണോ, ഫസൽ അലി ആണോ, VP മേനോൻ ആണോ? അപ്പോൾ ഇതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല, അത് ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാന്. ആരായിരുന്നു? ഫസൽ അലി. മറന്നുപോകാതെ അതിലെ അംഗങ്ങളൊക്കെയാണ് HN കുൻസ്രു ഒക്കെ, പക്ഷേ ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് ദി പ്രസന്റ് യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഇപ്പോഴത്തെ കേന്ദ്ര മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രി. കണ്ടോ കറണ്ട് അഫയേഴ്സ് വന്നേക്കുന്നത്? ഇന്ത്യയിലെ ഇപ്പോഴത്തെ കേന്ദ്ര മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രി ആരാണ്? പ്രകാശ് ജാവ്ദേക്കർ ആണോ, പീയൂഷ് ഗോയൽ ആണോ, സ്മൃതി ഇറാനി ആണോ, അതേപോലെ രമേശ് പൊക്രിയാൽ ആണോ? ഏതാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ കേന്ദ്ര മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രി? പ്രസന്റ് യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ രമേശ് പൊക്രിയാൽ ആണ്. രമേശ് പൊക്രിയാൽ, കാരണം വിദ്യാഭ്യാസ മേഖലയെ ബന്ധപ്പെട്ടാണ് ഈ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ചോദിച്ചത്. ഇപ്പോഴും മാറിയിട്ടില്ല, രമേശ് പൊക്രിയാൽ തന്നെയാണ്. അടുത്ത 35ാമത്തെ ചോദ്യം, ഈ സെക്ഷനിലെ ലാസ്റ്റ് ചോദ്യം 2019 സോഷ്യൽ സയൻസിലെ ലാസ്റ്റ് ചോദ്യമാണ്. അടുത്ത ദിവസങ്ങളിൽ നാളെ സയൻസ്, അത് കഴിഞ്ഞാൽ അടുത്ത വിഷയങ്ങൾ അങ്ങനെ വരും. മാറ്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസുകൾ വരും. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും നോട്ട് എഴുതി വെക്കണം, അത് മറക്കരുത്. നിങ്ങൾക്ക് NMO സ്കോളർഷിപ്പ് വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനനുസരിച്ച് പോവുക, ഞാൻ പറയുന്നതിനനുസരിച്ച് പോവുക. ഹു ഈസ് ദി ഫൈനൽ അതോറിറ്റി ഇൻ ഇന്ത്യ റിഗാർഡിങ് സിറ്റിസൺഷിപ്പ്? പൗരത്വത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ അന്തിമ അധികാരി ആരാണ്? കണ്ടോ, ഇപ്പോൾ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് പാസ്സാക്കിയ ചിലപ്പോൾ ഡേറ്റ് ഒക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ പാർലമെന്റ് ആണോ പൗരത്വത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ അന്തിമ അധികാരി എന്ന്? ഫൈനൽ അതോറിറ്റി ഇൻ ഇന്ത്യ റിഗാർഡിംഗ് സിറ്റിസൺഷിപ്പ്? അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആണോ, സുപ്രീം കോർട്ടാണോ, ഇലക്ഷൻ കമ്മീഷൻ ആണോ? പാർലമെന്റ്, ഇന്ത്യൻ പ്രസിഡന്റ്, സുപ്രീം കോടതി, ഇലക്ഷൻ കമ്മീഷൻ. ആരാണ് പൗരത്വത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ അന്തിമ അധികാരി? യാതൊരു സംശയമില്ല, അത് പാർലമെന്റ് ആണ്. പൗരത്വത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ അന്തിമ അധികാരി എന്ന് പറയുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. അപ്പോൾ ഈ ചാനൽ ഉപകാരപ്രദമാണ്. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ചാനലിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക. ഇത്തരത്തിലുള്ളൊരു നല്ലൊരു ചാനലുണ്ട്, വിവിധ സ്കോളർഷിപ്പുകൾക്കുള്ള ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിവിധ വീഡിയോസുകളിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.